സജ്ജനങ്ങളെ, ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ അറിവുകളുമായി എത്തുന്ന രുദ്രവീണ എന്ന ഈ ചെറിയ ചാനലിനെ നിങ്ങൾ പിന്തുടരുമല്ലോ. നിങ്ങൾക്കറിയാമോ, എല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളും ദുരന്തങ്ങളും തടസ്സങ്ങളും ഇല്ലാതാക്കി ഐശ്വര്യവും സമൃദ്ധിയും സൗഭാഗ്യവും നേടാൻ ഒരേയൊരു മാർഗമേയുള്ളൂ: രാമായണ പാരായണം. 11 പേർ നിൽക്കുന്ന ശ്രീരാമചന്ദ്രൻ, സീതാദേവി, വസിഷ്ഠൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ, ഹനുമാൻ, ഗണപതി, ബ്രഹ്മാവ്, പരമശിവൻ, നാരദൻ തുടങ്ങിയവർ നിൽക്കുന്ന ശ്രീരാമ പട്ടാഭിഷേകത്തിൻ്റെ ചിത്രത്തിനു മുന്നിൽ 7 തിരിയുള്ള നെയ്വിളക്ക് തെളിച്ച് നിവേദ്യങ്ങളും ഹാരങ്ങളും പുഷ്പങ്ങളും ഒരുക്കി രാമായണം വായിച്ചാൽ ലഭിക്കുന്ന അഭീഷ്ട സിദ്ധിയെക്കുറിച്ച് രാമായണത്തിൽ തന്നെ ശ്രീ പരമശിവൻ പാർവതി ദേവിയോട് പറയുന്നുണ്ട്. ധനധാന്യ സമൃദ്ധി, ശത്രുനാശം, ആരോഗ്യം, ദീർഘായുസ്, മൈത്രി, വിദ്യ, സന്താനഭാഗ്യം, മുക്തി എന്നിവ രാമായണം ഭക്തിയോടെയും ശ്രദ്ധയോടെയും വായിച്ചാൽ ലഭിക്കും. ഓരോ ഭാഗത്തിൻ്റെയും പാരായണത്തിന് പ്രത്യേക ഫലസിദ്ധിയും പറയുന്നുണ്ട്. സന്താനഭാഗ്യത്തിന് ബാലകാണ്ഡത്തിലെ പുത്രലാഭ ആലോചന മുതൽ പുത്രകാമേഷ്ടി വരെയും കൗസല്യാസ്തുതിയും വായിക്കുന്നത് ഫലപ്രാപ്തിക്കിട നൽകും. ബാലകാണ്ഡത്തിലെ ശ്രീരാമാവതാരം വായിക്കണം സുഖപ്രസവത്തിനും ബാലപീഡകൾ ഇല്ലാതാവുന്നതിനും. ബാലകാണ്ഡത്തിലെ ബാല്യവും കൗമാരവും എന്ന ഭാഗം പാരായണം ചെയ്യണം കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസ പുരോഗതിക്ക്. ബാലകാണ്ഡത്തിലെ തന്നെ അഹല്യാമോക്ഷം പാരായണം ചെയ്താൽ പാപശാന്തി ലഭിക്കും. കിഷ്കിന്ധാകാന്ഡത്തിലെ സ്വയം പ്രഭാഗതി പാരായണം ചെയ്യണം ദുരിത ശാന്തിക്ക്. രോഗശാന്തിക്ക് ആരണ്യകാണ്ഡത്തിലെ കബന്ധസ്തുതി പാരായണം ചെയ്യണം. ബാലകാണ്ഡത്തിലെ സീതാ സ്വയംവരം പാരായണം ചെയ്താൽ പ്രേമ സാഫല്യത്തിനും ദാമ്പത്യ ഭദ്രതയ്ക്കും മംഗല്യ ദോഷത്തിനും പരിഹാരമുണ്ടാവും. യുദ്ധകാണ്ഡത്തിലെ ഔഷധാഹാരണം പാരായണം ചെയ്താൽ ആയുരാരോഗ്യത്തിന് നല്ല ഫലം ലഭിക്കും. ആരണ്യകാണ്ഡത്തിലെ ജഡായുസ്തുതി പാരായണം ചെയ്താൽ ധനാഭിവൃദ്ധിക്ക് നല്ലൊരു പരിഹാരമാണ്. രാമായണം മുഴുവൻ പാരായണം ചെയ്യാൻ സാധിക്കാത്തവർക്ക് സുന്ദരകാന്ഡം മാത്രം വായിച്ചാൽ മതിയാവും. നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ഉയർച്ചയ്ക്കായി രുദ്രവീണ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഇനിയും രുദ്രവീണയെ പിന്തുടർന്നിട്ടില്ല എങ്കിൽ പിന്തുടരുമല്ലോ.